ക്രിസ്മസ് ആയിട്ട് വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. പോയി. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം എവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരാൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മള് 2 ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു ഞാൻ 2 കൊല്ലമായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ കൊല്ലം ഞാൻ കുറച്ചുകൂടി വലുത് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് വൈറ്റ് ആയിരുന്നു ഇഷ്ടം, ഈ മഞ്ഞ് പോലെയുള്ള സംഭവമായിരുന്നു ഇഷ്ടം. അത് ആ സമയത്ത് കിട്ടിയില്ല, അപ്പം ഇതന്നെ വാങ്ങിച്ചു. കുറച്ചുകൂടി എളുപ്പമുള്ളത് നമുക്കത്ര എത്ര മാറി ഇങ്ങനെ ഓരോ സമയം വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ അതിൻ്റേതായ രീതിയിൽ. അപ്പോൾ പിന്നെ കൂടെ പീലീസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എല്ലാവരും ഇതിൻ്റെ കൂടെ കൂടണം എന്നാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ മോനും കൂടി ഉണ്ടാകുമ്പോൾ അവനാണെങ്കിൽ ഇതിന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോണേന്ന്
സംസാരിച്ച് അവൻ കൂടെ സംസാരിക്കും. അതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ നന്നായിട്ട് അവന് മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അതൊക്കെ എടുത്തു തരും. ഇപ്പോൾ ചുമയാണ് പ്രത്യേകിച്ച്, എങ്കിലും നല്ലൊരു മാസം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഇപ്പം മഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, മൂടി മഞ്ഞാണ്. രാവിലെ രാത്രി ഒക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വെയിലുണ്ടെങ്കിലും ആ വെയിലിന് പ്രത്യേകിച്ച് ഒരു തണുപ്പാട്ടോ. പക്ഷെ ഒക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ആനൂസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി എന്താ അവൻ്റെ പരിപാടി എന്ന് മാത്രം എനിക്കറിയില്ല കേട്ടോ. ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ അവൻ കയ്യിലും കാലിലും ഒക്കെ എഴുതിയിടുവേ. നമ്മുടെ കാലിന്മ വരെ വന്നിട്ട് എഴുതിയിടും കേട്ടോ. അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ അവൻ കാണിക്കുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ആ മണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഡെക്കറേഷൻ പരിപാടി, ആർട്ട് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പീലീസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആനൂസിനെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇനി അവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അവനിനി ക്രിസ്മസ് ട്രീ എടുത്ത് മറിച്ചിടാണ്ട് നോക്കും വേണം കേട്ടോ. പക്ഷേ അവന് അത് ഒക്കെ സെറ്റാക്കിയപ്പോൾ വാവ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനത് തട്ടിയിടൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അവനതൊരു വാവുമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്തേക്ക് അധികം പോകണില്ലേ. അപ്പോൾ അവനങ്ങനെയൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പീലീസ് ഇതേ ഓരോ ബോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. ഞാൻ ഓർഡർ ചെയ്തത് വലുതായിരുന്നു കേട്ടോ, വന്നത് ചെറുതായിപ്പോയി. ഇതായി ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ തരണം എന്ന് പറയും കേട്ടോ. ഇടയ്ക്ക് ഞാൻ കഴിച്ചോ തന്നെ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കഴിക്കും, അല്ലെങ്കിൽ വരി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.